ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഞ്ചിഷ്ടയുടെ ഈ ഒരു പൗഡറാണ്. ഇതിങ്ങനെ അല്ലാണ്ട് ഇതിന് മുകളിൽ ചെറിയൊരു പാക്കിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ. അപ്പോൾ ഈ ഒരു ചെറിയ പാക്കറ്റായിട്ടാണ് നമ്മളത് പൊട്ടിക്കുന്ന സമയത്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ചെറിയ പൗഡറായിട്ട് തന്നെ ഇട്ടിട്ടുള്ളത് 100 രൂപയുടെ താഴെ കണ്ട് എമൗണ്ട് ആകത്തുള്ളൂ കേട്ടോ വാങ്ങാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനും. പിന്നെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ രക്തജനനത്തിൻ്റെയൊക്കെ ഒരു പൗഡർ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും ചെറിയ തരിതരി പോലെ ഉണ്ട് കേട്ടോ. ആ ഒരു തടിയുടെയൊക്കെ ചെറിയൊരു പൊടി പോലെയൊക്കെ തോന്നുവേ. യൂസ് ചെയ്യുന്നതായിട്ട് 2-3 വീക്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ രക്തയന്ത്രം എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേ ഫീൽ ആട്ടോ ഇതിടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ രക്തയന്ത്രത്തിന് പൊടിയാണോ എന്നൊക്കെ ഓർത്തു. കാരണം മഞ്ചിഷ്ട എന്ന് പറയുമ്പോൾ ഞാനും അത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ. പക്ഷേ ഫേസിലിടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് രക്തയന്ത്രത്തിൻ്റെ അതേ ഒരു എഫക്റ്റ് തന്നെ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഫേസിൽ നമ്മൾ ടാനൊക്കെ കുറച്ച് റിമൂവ് ആകാനായിട്ടൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങനെ ഫേസ് അങ്ങനെ വൈറ്റൻ ആവുമെന്നൊന്നും പറയുന്നില്ല, എന്നാലും ടാനൊക്കെ കുറച്ചൊക്കെ റിമൂവ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടി വാങ്ങുന്നതിൽ നല്ലതും മഞ്ചിഷ്ട നേരിട്ട് വാങ്ങിയിട്ട് ആ ഒരു തടി പോലത്തെ സംഭവം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന അരി കേട്ടോ ഇത്രയോടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ വാങ്ങിക്കുന്ന ഈ പൊടിയുടെ നമ്മൾ വെച്ചാൽ എത്രത്തോളം പ്യൂറാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കാരണം ഫേസിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിനും ചെറിയ കളർ പിടിച്ചിരിക്കുന്നതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഫേസിൽ അങ്ങനെ മുഖത്ത് അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും മഞ്ചിഷ്ടം വീട്ടിൽ വാങ്ങിയിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇത് ഫേസ് ഒന്ന് ഡ്രൈ ആവുന്നവരെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാവേ. എന്നിട്ടൊരു 5-10 മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേന് ഏകദേശം നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒക്കെ ചോട്ടി പോയിട്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ എന്ത് ഫേസിലിട്ടാലും കുറച്ച് നേരം ടൈം എടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആകുന്നവർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴുകുന്ന ഏറ്റവും നല്ലത്. ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഫേസിലിട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുഖത്തിങ്ങനെ മുറിയാനുള്ള സാധ്യതയൊക്കെ കൂടുതലാട്ടോ. അതുകൊണ്ട് പതിയെ സ്മൂത്തായിട്ട് മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കാവുള്ളേ. അത് ഏകദേശം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടാവട്ടെ. ശ്രദ്ധിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ചെറിയ ചെറിയ റെഡ് കളർ അങ്ങനെ മുഖത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.